ഇവിടെ തണുപ്പ് ഇങ്ങനെ കൂടി കൂടി വരാൻ തുടങ്ങിയിട്ടോ. ഭയങ്കര തണുപ്പാണ്. രാവിലെ എണീച്ച് അടുക്കളയിലൊന്നും കയറാനൊന്നും തോന്നാറില്ല. അപ്പോൾ തോന്നാറില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നൈനുവിന് സ്കൂളിൽ പോകണം. നൈനുവിന് ഇപ്പോൾ സ്കൂൾ ടൈമൊക്കെ മാറ്റിയിട്ടോ. ഇപ്പോൾ കുറച്ച് ലേറ്റായിട്ട് എണീച്ചാൽ മതി. ഒരു അരമണിക്കൂർ ലേറ്റായി എണീക്കാൻ പറ്റും. തണുപ്പായി കഴിഞ്ഞാൽ എൻ്റെ മാവൊന്നും ഇങ്ങനെ പൊന്തി വരാറില്ല കേട്ടോ. പക്ഷെ ഞാൻ ഈ പ്രാവശ്യം എൻ്റെ പൊന്തി വന്നിട്ടുണ്ട്. ഞാൻ ചൂടുവെള്ളത്തിൽ ആ മാവിൻ്റെ പാത്രം അങ്ങോട്ട് ഇറക്കി വെച്ചു കേട്ടോ. അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു. തിളച്ച വെള്ളം വേണം കേട്ടോ. അപ്പോൾ നന്നായി പൊന്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ മാവ്. അങ്ങനെ നമ്മൾ ദോശ ചുട്ടു കേട്ടോ. പിന്നെ തലേ ദിവസത്തെ തക്കാളി ചമ്മന്തി ഉണ്ടായിരുന്നു, അതും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചട്നിയും കൂടി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയത് ഇൻഡക്ഷനിലാണ്. ഗ്യാസ് നമ്മുടെ ഇന്നലെ തീർന്നു പോച്ച്. എനിക്ക് തോന്നുന്നത് ഇന്നലെയല്ല, 2 ദിവസമായി തീർന്നിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കറണ്ട് ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം ഇന്നെല്ലാം ചെയ്തു. കറണ്ട് എപ്പോഴാണ് പോകാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചോറ് വെച്ചു വേഗം. പിന്നെ റൈസ് കുക്കർ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, ഒന്ന് തിളപ്പിച്ചിട്ട് അതിലിറക്കി വെച്ചാൽ മതി. പിന്നെ നമ്മുടെ പൊട്ടറ്റോ ഉണ്ടായിരുന്നു. പൊട്ടറ്റോ ഒന്ന് അരിഞ്ഞിട്ട് ഞാനിങ്ങനെ ഫ്രൈ പോലെ വെച്ചു കേട്ടോ. തോരനല്ല, ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ രസം വെച്ചു. പിന്നെ ഇന്നലത്തെ പൊറോട്ട ഉണ്ടായിരുന്നു, അത് ചൂടാക്കി തിന്നു.